ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നല്ല സങ്കടമുണ്ട് ആക്ച്വലി. കാരണം എമ്പുരാന്റെ ട്രെയിലർ നമ്മളൊക്കെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ടുള്ള എമ്പുരാന്റെ ട്രെയിലർ ലീക്ക് ആയിരിക്കും. ഒരു 5 മണിക്കൂർ മുമ്പ് ഒഫീഷ്യലി ആശീർവാദ് സിനിമാസ് തന്നെ ഇത് പുറത്തുവിട്ടു. കാരണം ഇതിന്റെ ഹിന്ദി ട്രെയിലർ ലീക്കായി. എന്ത് എന്ത് കോപ്പിലാണ് ഈ ഹിന്ദി ഒക്കെ കൊടുത്തിരിക്കണമെന്നൊക്കെ ചോദിക്കാനാണ് തോന്നുന്നത്. കാരണം നല്ല സങ്കടമുണ്ട്. നമ്മൾ 1:08 വരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാത്തിരുന്നിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ സാധനം വന്ന് ഓൾറെഡി ഇപ്പൊ നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവും, ഒരു 1.2 മില്യൺ പ്ലസ് വ്യൂ ഓൾറെഡി ആയിട്ടുണ്ട്. കിട്ടുന്ന സാധനമാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കുറെ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി ഞാൻ ഇന്നലെ രാത്രി നോമ്പായതുകൊണ്ട് കിടന്ന് ഉറങ്ങി, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, ഉറങ്ങി. അത് കഴിഞ്ഞ് ഇപ്പൊ പുലർച്ചെ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് കിടക്കുകയായിരുന്നു. എപ്പോഴാണ് റഹ്ഫത്ത് ബ്രോ വിളിക്കുന്നത്. താങ്ക്സ് ടു റഹ്ഫത്ത് ബ്രദർ. കാരണം ഇല്ലാതെ ഞാൻ അത് അറിയില്ലായിരുന്നു. അത് വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് സംഭവം അറിഞ്ഞത്. നേരെ എടുത്തു നോക്കി, കണ്ടിട്ടില്ല എപ്പോഴും. എന്തായാലും നമ്മളൊന്ന് കണ്ടു നോക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. കാരണം നമുക്ക് എത്ര സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഫീഷ്യലി ഇവർക്ക് ഇതിന്റെ ടീംസിന് എത്ര മാത്രം സങ്കടം ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ഈ ലീക്ക് ആവണ പരിപാടിയൊക്കെ ആരാന്ന് അറിഞ്ഞാൽ എടുത്തിട്ടായിട്ട് പൊട്ടിക്കാൻ വേണ്ടത്. ബട്ട് അതൊക്കെ അവിടെ മാറ്റി നിർത്താം. ലെറ്റ്സ് വാച്ച്. എന്റെ മക്കളല്ല എന്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവർ ആരാണോ അവരാണ് എന്റെ മക്കൾ. PK രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ പാർട്ടിയെയും ഈ സംസ്ഥാനത്തിനെയും നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല. കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും. राजनीति एक धंधा है हमारे देश में. പക്ഷേ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ये दया दिखाने के लायक ही नहीं होते, पर शुरू से वो एक के नाम से डरते थे. ഈ ഡ്രഗ് കാർട്ടൽസ്, ജിഹാദി ഗ്രൂപ്പ് ഇവരെല്ലാം ജനറലി കേക്കെതിരാണ്. സ്റ്റീഫൻ, where is he now? Ma'am, you are going live. 5, 4, 3. യമൻ, സെനഗൽ, ഇറാഖ്, ചൈന, സ്വന്തം सब देख रही है. പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ്, തമോ ഗോളങ്ങളുടെ എമ്പുരാൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജാൻവി അല്ലാതെ ഇന്ന് ഈ ലോകത്ത് രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ അങ്കിൾ. പണ്ട് എപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്ന ഒരാൾ. അയാളെ എന്തിനാണ് സാർ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ അറിയാത്തതെന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. Face the world, Abraham. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? Because the enemy of an enemy is a friend. Zaid Masood. We have to end this war. Jerome Flynn. So Stephen, come back. Save your land. Save God's own country. Wow. Oh my God. But answer this one question. Who are you really? Lucifer.
Oh my God. ഓക്കെ, എന്താണ് എന്താണ് കാണിച്ചു വെച്ചേക്കണത്? റിയലി ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം. 3 മിനിറ്റും എത്രയോ. എനിക്കിപ്പൊ കാണണം പുരാൻ, എനിക്കിപ്പൊ കാണണം പുരാന്ന് പറയല്ലേ. ഓ, ഫസ്റ്റ് ഷോ ടിക്കറ്റ് ഒക്കെ റെഡിയാണ്, അതുകൊണ്ട് സന്തോഷമുണ്ട്. ഇനിയിപ്പോ അതിന്റെ പിറകെ നടക്കണ്ടല്ലോ. എന്താ പറയാ, എന്ത് പറയണം, ആദ്യം എന്ത് പറയണം? ഫസ്റ്റ് പറയേണ്ടത് മലയാള സിനിമയുടെ ചരിത്രം മാറ്റി കുറിച്ചിരിക്കും. ഇത് KGF ഒന്നുമല്ല, സത്യമാണ്. നമ്മൾ പണ്ട് മലയാളത്തിന്റെ KGF, മലയാളത്തിന്റെ ബാഹുബലി എന്നൊക്കെ പറഞ്ഞപ്പോ കുറെ ആൾക്കാർ എന്നിട്ട് പറഞ്ഞു എന്താണ് ബ്രോ ഇങ്ങനെയൊക്കെ പറയണത് എന്ന്. മലയാളത്തിന്റെ എമ്പുരാൻ, യെസ്, മലയാളത്തിന്റെ, ഇന്ത്യയുടെ, ലോകത്തിലെ എമ്പുരാൻ. ആൻഡ് ഒരേ ഒരു എൽ. എന്റെ അമ്മോ, ചിന്തന ആക്ച്വലി എന്താ പറയാ ഇത്. ഓക്കെ, ഇനിയിപ്പോ മോഹൻലാൽ ഫാൻസ് ഉണ്ടല്ലോ, അത് കടുത്ത മോഹൻലാൽ ആരാധകർ. ഞാൻ ഇന്നലെ ഒരു ട്രോള് കണ്ടിരുന്നു, ആ ട്രോളിലെ സംഭവം കേട്ടോ, എനിക്ക് ഇപ്പൊ അതാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. കാരണം കടുത്ത മോഹൻലാൽ ആരാധകർ തിയേറ്ററിന് 27 പടം കഴിഞ്ഞ് ഇറങ്ങുന്ന സീൻ ഉണ്ടോ? ആഹാ എന്നാ ഇപ്പൊ ധാരാളമുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ശരി മച്ചാനെ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നൊരു വരവ് ഉണ്ടാവും മോഹൻലാൽ ഫാൻസ്. നെഞ്ചും വിരിച്ചൊരു വരവ് വരും, ഓറപ്പാ. എന്ത് ഈ ട്രെയിലർ പോലെ, ഇത് എന്ത് സാധനമാണിത്? ഷോ ഇതൊക്കെ കറക്റ്റ് ടൈമിൽ 1:08 ഉച്ചയ്ക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ഫീൽ എന്തായിരിക്കും? ഇത് പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു സർപ്രൈസ് ആ സാധനം അവിടെ ഉണ്ട്. ഇത് തുടങ്ങി ഏകദേശം കുറച്ച് കഴിയുമ്പോൾ തന്നെ മ്യൂസിക്കേ ലാലേട്ടനെ കാണിച്ചിട്ടില്ല, പ്രധാനപ്പെട്ട ആളുകൾ കാണിച്ചിട്ടില്ല. ആ ബാക്കിൽ നിന്ന് ഇങ്ങനെ സാധനം വരലും, എന്നിട്ട് ആ കുട്ടീന്റെ വോയിസിൽ എമ്പുരാനെ എന്നൊരു കുഞ്ഞിന്റെ വോയിസിൽ പറയണ്ടല്ലോ, എമ്പുരാനെ പറഞ്ഞിട്ട് കുറച്ച് മുമ്പ് എമ്പുരാനു. ഞാൻ എന്താ പറയണത്, ഇങ്ങനെ വന്നിട്ടേ അടിച്ചിങ്ങനെ കയറിയിട്ട് ഇങ്ങനെ ഞാൻ എന്റെ ലൈഫിൽ ഒരു പക്ഷെ ഞാൻ ഒരുപാട് ട്രെയിലർ നമ്മൾ ഭയങ്കര ആവേശത്തോടെ കണ്ടിട്ടുണ്ട്. ഈ കങ്കുവൻ ട്രെയിലർ വന്ന സമയത്ത് ഭയങ്കര ഇതായിരുന്നു. അതുപോലെ ലിയോന്റെ ട്രെയിലർ വന്ന സമയത്ത്, ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ട്രെയിലേഴ്സിൽ വൺ ഓഫ് ദ ബെസ്റ്റ്. ഞാൻ റിയാക്ഷൻ എനിക്ക് തന്നെ അറിയാൻ വന്നിട്ടുള്ള കുറെ സാധനങ്ങൾ. ബട്ട് ദിസ് ഈസ് വേറെ ലെവൽ. അതൊന്നും ഇല്ല ഇങ്ങനത്തെ ഒരു ഫീൽ ഒരു സിനിമയ്ക്ക്, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരു സിനിമയ്ക്കും എന്റെ ഹിസ്റ്ററിയിൽ ഇങ്ങനെ ഒരു ട്രെയിലർ കണ്ടിട്ട് ഞെട്ടിയിട്ടില്ല. അമ്മാതിരി സാധനം. എന്താണ് ഇത് ശരിക്കും? വി നീഡ് ടു നോ, വി ഹാവ് ടു എൻഡ് ദിസ് വാർ അങ്ങനത്തെ പറയുന്നത് ശരിയാണ്. ഒരു വലിയ യുദ്ധമാണ് അവിടെ നടന്നിട്ടുള്ളത്. എന്തൊരു മേക്കിംഗ്, പൃഥ്വി മാൻ, എന്താ നിങ്ങൾ ചെയ്ത് വെച്ചിരിക്കണത്? ലാലേട്ടാ, ഇത്ര പടങ്ങളാണ് ഫ്ലോപ്പ് വന്നിട്ടുള്ളത് അല്ലെ, അടുപ്പിച്ച്. എന്തിനാ ആലോചിക്കണത്? എമ്പുരാൻ എവിടെ കൊണ്ടുവച്ചേക്കണത്? ഒരാൾക്ക് പറയാനുണ്ടോ ഇതിന്റെ മുകളിൽ ഒരു പടം വെക്കട, അതിന്റെ മുകളിൽ ഒരെണ്ണം എന്നാണ് പറയാനുള്ളത്? ഒരാൾക്ക് വെക്കാനുണ്ടോ? ഏത് നടനാ ഇതിന്റെ മുകളിൽ ഒരു സാധനം വെക്കേണ്ടത്? I don't think so. അയ്യോ, പൃഥ്വി പറയുന്ന ഡയലോഗ്, പൃഥ്വിയുടെ സൂപ്പർ എന്ന് പറഞ്ഞാൽ കിട്ടില്ല. പൃഥ്വി എന്ത് സ്റ്റൈലായിട്ട് അത് കാണിച്ചു ചെയ്യണത്. അതുപോലെ ജതിൻ രാംദാസ് തുടക്കത്തിൽ PKR പറയുന്ന പോലെ എന്റെ മക്കൾ എന്നെ പിന്തുടരുന്നവരോ അവരാണ് എന്റെ മക്കൾ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ സ്റ്റീഫനാണ് ശരിക്കും അദ്ദേഹത്തിന്റെ മകൻ. എന്തൊക്കെ കോൺട്രവേഴ്സികൾ ഇതിനുള്ളിൽ നടക്കാൻ പോവുക, എന്തൊക്കെ പ്രശ്നങ്ങൾ ഇതിൽ ഉണ്ടാവുക. അതുപോലെ കുറെ കാര്യങ്ങൾ കാണിക്കുക. എന്നിട്ട് സെനഗൽ, ചൈന, ഇറാഖ്, ഫ്രാൻസ്, അമേരിക്ക, എന്തൊക്കെ ഒരുപാട് രാജ്യങ്ങൾ കാണിക്കുന്നുണ്ട് അവിടെയൊക്കെ പോകുന്നത്. ആൻഡ് ഇതൊക്കെ മാറി നമ്മൾ ഹിന്ദി പോർഷൻ പറഞ്ഞല്ലോ, എന്ത് ജാതി ക്വാളിറ്റിയാണ് അതിനൊക്കെ. ആ ഹിന്ദി പോർഷനൊക്കെ വന്ന സമയത്ത് അവിടുത്തെ ഒരു കളറിങ്ങും, അവിടെ അവരുടെ എനിക്ക് അമീർ ഖാന്റെ സിസ്റ്റർ ആണോ തോന്നുന്നു കാണിച്ചത്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അവര് വന്ന് പറയണത് അതൊക്കെ കിടിലായിരുന്നു. ആൻഡ് ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു സംഭവം കാണിക്കണ്ട, പിറകു വശം കാണിക്കണ്ടല്ലോ, നമ്മൾ അതൊന്ന് കാണും. അതായത് എന്താണ് വരാത്ത ഓക്കെ, പിറകു വശം കാണിക്കണ്ട, നമ്മളെ വെള്ള ഡ്രസ് ഇട്ട് നിന്നിരുന്ന ആ ആളുടെ പിറകിലുള്ള ഡ്രാഗൻ. ആ ഡ്രാഗൻ ആരായിരിക്കും നമുക്കറിയില്ല. പക്ഷെ ഇതില് ഡ്രാഗനെ കാണിക്കുന്നുണ്ട് ഇതിൽ എവിടെയോ. പക്ഷെ അതും ബ്ലാക്കിൽ തന്നെയാണ് കാണിക്കുന്നത്, ജസ്റ്റ് ബ്ലാക്കിൽ അയാൾ ഇങ്ങനെ പോകുന്നു. മറ്റു നമ്മൾ വൈറ്റിലായിരുന്നു, ഒരു ഹിഡൻ പേഴ്സൺ വൈറ്റ് കളറിൽ വൈറ്റ് ഡ്രസ് ഇട്ട് വന്നിരുന്നത്. ഇവിടെ
ബ്ലാക്കിൽ കാണിക്കുന്നുണ്ട്. ഒരു ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ട് ഇങ്ങനെ കാണിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ എനിക്കറിയില്ല, ശ്രദ്ധിക്കാതിരിക്കാൻ ചാൻസ് ഇല്ല. അപ്പൊ അത് കാണിച്ചു, അത് ആരായിരിക്കും? നമുക്ക് ഇതിലൊന്ന് എടുത്തു നോക്കാട്ടോ. ഇതിലെടുക്കണം, ഇനിയിപ്പോ എവിടെ പോകേണ്ടി വരും എന്നുള്ളത് ഒരു വലിയ ഡൗട്ടാണ്. പക്ഷെ ബ്ലാക്ക് കാണിക്കുന്നത് വേറെ ലെവലായിരുന്നു. അപ്പൊ അതില് ഒരാൾ, നമ്മൾ വൈറ്റ് 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 എന്ന് പറഞ്ഞിട്ട് ഇവിടെ നല്ല ബ്ലാക്ക് കോട്ട് ഇട്ടാണ് ഇവിടെ കാണിക്കുന്നത്. എനിവേ അതിനെക്കുറിച്ച് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. കാരണം ഇപ്പോഴത്തെ ആ ഒരു മൂഡിൽ ഇതിലേക്കൊന്നും പോകാൻ തോന്നില്ല, തപ്പി പിടിച്ച് നിൽക്കാനൊന്നും തോന്നുന്നില്ല. കാരണം അമ്മതൊരു സാധനം കണ്ടപ്പോൾ എക്സൈറ്റ്മെന്റും ഒക്കെ മനസ്സിലുണ്ട്. സത്യമായിട്ടും ഒരു കാര്യം പറയാൻ തോന്നുന്നുണ്ട്, നെവർ ബിഫോർ, ഇതിന് മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. അത് എല്ലാ കാര്യത്തിലും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കും തിയേറ്ററിൽ 20-ാം തീയതി വരിക. ഇന്ന് 19-ാം തീയതി, ജസ്റ്റ് 8 ദിവസം, 19, 20 ഒക്കെ കൺഫേം ആക്കിയിട്ട് പറയണം മക്കളെ. 20 ആയി, ഇനി ഒരു 7 ദിവസം കൂടി ഉള്ളൂ. പൊള്ളിക്കും.